എപ്പോഴും ബിസിനസ്സുകൾ ഒരു വൺ മാൻ ഇതിൽ നിന്നാണല്ലോ തുടങ്ങുക അല്ലേ? ആ ആൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി സെയിൽസ് ആയിരിക്കും. പുള്ളി ഫസ്റ്റ് ട്രൈ ചെയ്യണം. ഇപ്പം ഞാൻ ബിസിനസ് നടത്തിയിട്ടുണ്ട്, നിയാസ് ബിസിനസ് നമ്മളൊക്കെ ആദ്യം ചെയ്യുക ഒരു കസ്റ്റമറിനെ പോയിട്ട് എങ്ങനെയും ക്ലോസ് ചെയ്യാനാണ് നോക്കുക. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ഹയർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണല്ലോ ഒരു ടീമാവുക, അതൊരു കുറച്ചും കൂടെ ഒരു നല്ല ആ പോയിന്റിൽ ആരെയാ ഒരു ഫൗണ്ടർ ഹയർ ചെയ്യേണ്ടത്? ഒരു സെയിൽസ് സ്റ്റാഫിനെയാണോ ലൈക്ക് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന? ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു കാരണം ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് ആകും. പക്ഷെ ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ ഷുഡ് ബി, ഫസ്റ്റ് മാർക്കറ്റിംഗ് പേഴ്സൺ ഷുഡ് ബി ദ പേഴ്സൺ ഹു ആർ റണ്ണിങ് ദ ബിസിനസ്. അപ്പം ഈ ഫൗണ്ടർ ആവണം ഇതൊക്കെ ചെയ്യണം. കാരണം അവരൊരു ഇനഫായിട്ട് കുറേ എക്സ്പെരിമെൻസും കാര്യങ്ങളും നടത്തി അവർ കണ്ടെത്തിയ കാര്യങ്ങളെ ആവണം നമ്മൾ അടുത്തൊരാൾക്കാരിലേക്ക് ഏൽപ്പിക്കേണ്ടതോ, അല്ലെങ്കിൽ അവരെക്കാളും ബെറ്ററായിട്ട് ഈ സെയിം ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ബ്രിങ് ചെയ്യുക ചെയ്യേണ്ടത്.